ഗൈസ്, അപ്പോൾ ഞങ്ങൾ പർച്ചേസിന് വന്നു കേട്ടോ. അപ്പം നേരത്തെ കിട്ടിയത് ഓക്കെ, പർച്ചേസ് ഡേ ഇൻ ബാംഗ്ലൂർ. യെസ്. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ അങ്ങനെ പർച്ചേസിന് അവസാനം പോകാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ ഒരു വർഷമായിട്ട് ഞാൻ അവിടെ ബാംഗ്ലൂരുണ്ട്. ബട്ട് എനിക്ക് ഇതുവരെ ഒന്ന് കോളേജ് അല്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു, എക്സാം എല്ലാം തേർഡ് സെം എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ഫ്രീ ആയിട്ട് ഞാൻ പോയിട്ടേ നാട്ടിലേക്ക് പോകണുള്ളൂ എന്നുള്ള പ്ലാനിലായി. അങ്ങനെ എൻ്റെ അനിയത്തി വന്ന് അനിയത്തി ഞാനും കൂടി ഒരുമിച്ച് പോവാണ് കേട്ടോ. ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തോ. ഞങ്ങൾ ഇപ്പോൾ മെട്രോയിൽ കയറിയിരിക്കാം. അപ്പം ഞങ്ങൾ മാത്രമല്ല, രാവിലെ പെട്ടെന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് കൂടി വരാം, അവളുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൂടി വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. വണ്ടികളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ ആക്ച്വലി ടിക്കറ്റ് എടുത്തു, അത് ഓൺലൈനിൽ കൂടെ എടുത്തത്. അതോടെ ടിക്കറ്റ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അങ്ങനെ മറ്റേ ഒരു സ്റ്റേഷനിൽ അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് പോയി. പക്ഷെ എൻട്രി കൊടുക്കാണ്ട് ഇതിന്റെ എക്സിറ്റ് എവിടെ? അതാണ് അടുത്തത് ഗൈസ്, എക്സിറ്റ് അതാണ് തോന്നുന്നു. അത് കംപ്ലൈന്റ് ചെയ്യുന്നത് അങ്ങനെ. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ആദ്യം പൈസ കൊടുക്കേണ്ടി വന്നു. പൈസ റീഫണ്ട് ആവുന്നൊക്കെയാണ് പറയുന്നത്. കിട്ടിയാ കിട്ടി. സംഭവം ഞങ്ങളൊരു ടോക്കൺ എടുത്തു, പക്ഷേ അതിൻ്റെ എക്സിറ്റ് ഞങ്ങൾ ചെയ്യാതെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്നതിൻ്റെ കഥയാണ് കേട്ടോ പറഞ്ഞത്. അവസാനം പിന്നെ വീണ്ടും പൈസ അടയ്ക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് മേഘന ബിരിയാണി കഴിക്കാൻ പോയിട്ടോ. അവിടുത്തെ ഒരു തിരക്ക് അന്തം വിട്ടു പോയിട്ടോ ഞങ്ങൾ കണ്ടപ്പോൾ. എന്താപ്പം ഞാൻ പറയുക, ഇത്രയും തിരക്കുള്ളൊരു കട എൻ്റെ ഇതിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ പാലക്കാടും ഉണ്ട് NMR ബിരിയാണിയൊക്കെ അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. ബട്ട് ഇത് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് തന്നെ 2 മണി കഴിഞ്ഞിട്ടാണ്. എന്നിട്ടാണ് കേട്ടോ ഇത്രയും തിരക്ക്. പക്ഷെ ബിരിയാണി അത് സെറ്റായിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു. വെറുതെ അല്ല ഇത്രയും തിരക്ക്. അപ്പോൾ മേഘന ബിരിയാണി എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ബാംഗ്ലൂർ മുമ്പ് ട്രൈ ചെയ്യൂ കേട്ടോ. നല്ല ബിരിയാണിയാണ്. അതേപോലെ തന്നെ നന്ദന പാലസ് ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. രണ്ടും ഏകദേശം ഒരേ പോലത്തെ ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്.